ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡി സി മോട്ടോറിനെ കുറിച്ചാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി ബേസ്ഡ് തന്നെയാണ് ഒരു ഡി സി മോട്ടോറും വർക്ക് ചെയ്യുന്നത്. ഡി സി പവറിനെ മെക്കാനിക്കൽ പവറാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡി സി മെഷീൻ്റെ അല്ലെങ്കിൽ ഡി സി മോട്ടോറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ, when a current carrying conductor is placed in a magnetic field, the conductor experience a mechanical force. അത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനകത്ത് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ മോട്ടോറിൻ്റെ റൊട്ടേഷണൽ ഡിറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. എന്താണ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്? നമ്മുടെ ഇടത്തെ കൈയിനകത്തുള്ള തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ, ഇവ മൂന്നും ഫിഗറിൽ കാണുന്ന പോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ സ്ട്രെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ഫോർ ഫിംഗർ പോയിൻറ്റ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമ്മൾ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ, ദ മിഡിൽ ഫിംഗർ പോയിൻറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ മിഡിൽ ഫിംഗർ നമ്മുടെ കറണ്ടിൻ്റെ ഡിറക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ, ദ തമ്പ് റെപ്രസെൻറ്റ് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്, തമ്പിൻ്റെ ഡിറക്ഷൻ ആയിരിക്കും ഫോഴ്സ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ റൊട്ടേഷൻ ഉണ്ടായിരിക്കുക. ഇതാണ് ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂള് പറയുന്നത്. ഓക്കെ, ഇഫ് യു സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് അവർ ലെഫ്റ്റ് ഹാൻഡ്, if the forefinger denotes the direction of magnetic field, middle finger in the direction of current, and the thumb denotes or represents the direction of force. ഇതാണ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഒരു ഡി സി മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ജനറേറ്ററിൻ്റെ കേസൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ സെയിം അതിൻ്റെ ഒരു വൈസ് വേഴ്സ് ആയിട്ടാണ് മോട്ടോറിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതിനകത്ത് മോട്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പ്രധാനമായിട്ടും ഇതിനകത്തൊരു സ്റ്റേറ്റർ റോട്ടോർ പാർട്ടുകളാണ് ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് സൗത്ത് പോളായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്തൊരു റെക്റ്റാങ്കുലർ കോയിൽ, ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കോയിൽ ടുവേർഡ്സ് ഡൗൺവേർഡ്സ് ഇൻ ദ സൈഡ് ഓഫ് AB and also in the side of CD it is in upward or clockwise direction. നമ്മളൊരു നോർത്ത് സൗത്ത് പോളിനകത്തേക്ക് ഇവിടെ നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്തേക്ക് നമ്മളൊരു റോട്ടോർ പ്ലേസ് ചെയ്തു. ദെൻ അതിനകത്തേക്ക് ഇലക്ട്രിക് സപ്ലൈ കൊടുത്തപ്പോൾ ഈ മാഗ്നറ്റിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അതിനകത്തൊരു EMF ജനറേറ്റ് ചെയ്യുന്നു. ആ EMFൻ്റെ ഫലമായിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്ത ABCD എന്ന കോയിൽ എന്ത് ചെയ്യും, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ AB എന്ന് പറയുന്ന എലമെൻറ്റ് നേരെ അപ്വേർഡ് ഒരു മോഷൻ വരും. സിമിലർലി DC എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിന് നേരെ ഡൗൺവേർഡിലേക്കായിരിക്കും മോഷൻ്റെ ഫോഴ്സ് വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അവിടെ കടന്ന് ഈ ഒരു ഡിറക്ഷനിൽ, അതായത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റൊട്ടേറ്റിംഗ് ഔട്ട്പുട്ട് പുറത്തേക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ഡി സി മോട്ടോർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു ഡി സി മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. ഒരു ഡി സി ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അതേപോലെ തന്നെയാണ് ഡി സി മോട്ടോറിൻ്റെ ക്ലാസിഫിക്കേഷനും വരുന്നത്. ജനറേറ്റർ എന്നതിന് പകരം മോട്ടർ എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡി സി മോട്ടോറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കാൻ സാധിക്കും. ഡി സി മോട്ടോറിനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: സെൽഫ് എക്സൈറ്റഡ് മോട്ടോഴ്സും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടോഴ്സും. സെൽഫ് എക്സൈറ്റഡ് മോട്ടോറിനകത്ത് ഷണ്ട് മോട്ടോർ, സീരീസ് മോട്ടോർ, കോമ്പൗണ്ട് മോട്ടോർ. അഗെയിൻ കോമ്പൗണ്ട് മോട്ടറിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ എന്നും ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ എന്നും. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഇനീഷ്യൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പുറത്തു നിന്നുള്ള ഒരു ഡി സി സോഴ്സ് വഴിയായിരിക്കും.
ഇവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഫീൽഡ് വൈൻഡിങ് പുറത്തുണ്ട്. ആ ഫീൽഡ് വൈൻഡിങ്ങിൽ നിന്ന് നമുക്കൊരു എക്സൈറ്റേഷൻ ലഭിച്ച് അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഡി സി മോട്ടോർ റൺ ചെയ്യുന്നത്. അത്തരം മോട്ടോഴ്സിന് നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇനി സെൽഫ് എക്സൈറ്റഡ് കേസ്. സെൽഫ് എക്സൈറ്റേഷൻ്റെ കേസിനകത്ത് ഡി സി മോട്ടോറിനകത്ത് തന്നെ ആർമേച്ചർ വൈൻഡിങ്ങിന് പാരലായിട്ടൊരു ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരിക്കും. ആ ഒരു ഫീൽഡ് വൈൻഡിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുന്നതെങ്കിൽ അത്തരം മോട്ടോഴ്സിനെയാണ് നമ്മൾ ഷണ്ട് ഡി സി മോട്ടോഴ്സ് എന്ന് പറയാം. കാരണം അവിടെ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങിന് പാരലായിരിക്കും. ആ ഒരു ഫീൽഡ് വൈൻഡിങ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡി സി മോട്ടോറിന് ആവശ്യമായിട്ടുള്ള എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം ഫീൽഡ് വൈൻഡിങ് ഒരു ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആണെങ്കിൽ, ഇവിടെ ഒരു സീരീസ് വൈൻഡിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത്തരം ഡി സി മോട്ടോഴ്സിനെ നമ്മൾ സീരീസ് ഡി സി മോട്ടോഴ്സ് എന്ന് പറയാം. കാരണം എക്സൈറ്റേഷൻ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സീരീസ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് കോമ്പൗണ്ട് വൗണ്ട് ഡി സി മോട്ടോഴ്സ്. കോമ്പൗണ്ട് വൗണ്ട് എന്ന് പറയുമ്പോൾ ഷണ്ട് മോട്ടോറിൻ്റെയും സീരീസ് മോട്ടോറിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കാറുള്ളത്. 2 ടൈപ്പ് കോമ്പൗണ്ട് മോട്ടോഴ്സ് ആണുള്ളത്. ഒന്ന് ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടോറും അതുപോലെ തന്നെ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടോറും. അപ്പോൾ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഉണ്ടാവുന്ന ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങിന് പാരലായിട്ടായിരിക്കും ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരിക്കുക. പക്ഷേ ദെൻ അഗൈൻ അതിന് സീരീസ് ആയിട്ടൊരു സീരീസ് വൈൻഡിങ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് ഷോർട്ട് ഷണ്ട് എന്ന് പറയാം. ഇവിടെ ഷണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും. പക്ഷേ ലോങ് ഷണ്ടിൻ്റെ കേസ് പറയുമ്പോൾ എന്തായിരിക്കും, ഫീൽഡ് വൈൻഡിങ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് പാരലൽ ടു ബോത്ത് ആർമേച്ചർ വൈൻഡിങ് ആൻഡ് സീരീസ് വൈൻഡിങ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി സി മോട്ടോഴ്സ് എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീൽഡ് വൈൻഡിങ്. നമ്മൾ നോർമലി സീരീസ് മോട്ടറും ഷണ്ട് മോട്ടറും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഈ സീരീസ് മോട്ടോറിൻ്റെ കേസിനകത്ത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസ് മോട്ടർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ലോഡ് കണ്ടീഷനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം സീരീസ് മോട്ടോർ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എക്സ്ട്രീംലി ഹൈ സ്പീഡിലായിരിക്കും മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ എക്സ്ട്രീംലി ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കൊളാപ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ ലോഡ് കണ്ടീഷനിലായിരിക്കും എപ്പോഴും നമ്മൾ ഡി സി മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് പ്രധാന ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ നോക്കാം. ഷണ്ട് മോട്ടോഴ്സ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡ് അപ്ലിക്കേഷൻ വരുന്നിടത്താണ്. ഫോർ എക്സാമ്പിൾ ലെയ്ത്ത്, സെൻട്രിഫ്യൂഗൽ പമ്പ്, മെഷീൻ ടൂൾസ്, ബ്ലോവേഴ്സ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഇവിടെയൊക്കെ നമ്മൾ ഷണ്ട് മോട്ടോഴ്സാണ് ഉപയോഗിക്കാറ്. സീരീസ് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് വേരിയബിൾ സ്പീഡ്, അഡ്ജസ്റ്റബിൾ വേരിയിങ് സ്പീഡ്, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ള കണ്ടീഷനകത്ത്. കാരണം ഞാൻ പറഞ്ഞു സീരീസ് മോട്ടറിനകത്ത് ഹൈ സ്റ്റാർട്ടിംഗ് സ്പീഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതൽ വേണ്ട സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഫോർ ട്രാക്ഷൻ വർക്ക്, ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ്, റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, ട്രോളീസ്, ക്രെയിൻസ്, ഹോയിസ്റ്റ്, കൺവേഴ്സ്, അതിനകത്തൊക്കെ നമ്മൾ സീരീസ് മോട്ടോഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. ദെൻ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോഴ്സ്, നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ടോർക്ക് ലോഡ് അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് എലിവേറ്റേഴ്സ്, കൺവേഴ്സ്, ഹെവി പ്ലെയിനേഴ്സ്, റോളിംഗ് മിൽസ്, ഐസ് മെഷീൻസ്, പ്രിൻറ്റിംഗ് പ്രസ്, എയർ കംപ്രസേഴ്സ്, ഇതിനകത്തൊക്കെ നമ്മൾ കോമ്പൗണ്ട് മോട്ടേഴ്സാണ് ഉപയോഗിക്കാറ്. ഇത്രയുമാണ് നമുക്ക് ഡി സി മോട്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.